കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നിന് ക്ഷാമം. അത് എങ്ങനെയുള്ള മരുന്നില്ല, പാരസെറ്റമോൾ അല്ല, ചുമയ്ക്കുള്ള മരുന്നല്ല, ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ മരുന്നിന് ക്ഷാമം കഴിഞ്ഞ 9 ദിവസമായിട്ട്. കാരണം എന്താണ്? അവിടെ കഴിഞ്ഞ സമയത്ത് 30 മുതൽ 80 കോടി രൂപ വരെ സർക്കാർ കൊടുത്തിട്ടില്ല. അത് നിമിത്തം പല സർക്കാർ ഹോസ്പിറ്റലുകളിലും മരുന്ന് ഇല്ല എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് എത്ര പ്രാവശ്യം TV ചാനലിലും അല്ലാതെയൊക്കെ നമ്മൾ പറയുകയും എടുക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സർക്കാരിൻ്റെ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം അടഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. വളരെ മോശവും മ്ലേച്ഛകരവുമാണ്. അതിനോടൊപ്പം തന്നെ ഈ 80 കോടി രൂപ കൊടുക്കുവാനില്ല. അത് തൽക്കാലം ഈ അല്പമെങ്കിലും കൊടുത്ത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക്, അതായത് എന്നെയും നിങ്ങളെപ്പോലെയും കൂലിവേല ചെയ്ത് ജീവിച്ച് സർക്കാർ ആശുപത്രിയിൽ അഭയം പ്രാപിച്ച് ഒരു നേരത്തെ മരുന്ന് കിട്ടുമല്ലോ, രോഗം സൗഖ്യമാകുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ മരുന്നില്ല. അവിടെ മരുന്ന് കൊടുക്കുവാൻ, ഗവൺമെൻറ് ആശുപത്രിയിൽ മരുന്ന് കൊടുക്കുവാൻ മരുന്നില്ല. കാരണം സർക്കാർ മരുന്ന് കമ്പനികൾക്ക് പണം കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുകയും വലിയ ബമ്പന്മാർക്ക് വേണ്ടി ഇന്ന് നമ്മൾ കണ്ടതാണ്. ബ്ലൂബെറി കമ്പനി കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുക. അതിന് സർക്കാർ ഉത്തരവിറക്കി. അതിൻ്റെ ഉടമസ്ഥനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടും അറിയാവുന്നത്. അതിൻ്റെ ഉടമ നേരിൻ്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളി പ്രേക്ഷകർക്കും കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്. ഇന്ന് വളരെ നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുവാനുള്ള കാരണം, നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകൾ കാണുമ്പോൾ കേരളത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ആരും ആരോട് യാതൊരുവിധ വ്യക്തിഗത ബന്ധങ്ങളോ മാനസിക ബന്ധങ്ങളോ ആത്മീയ ബന്ധങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ മനുഷ്യനെ കൊന്നൊടുക്കുക, സ്വന്തം കാര്യം നേടുക, ഏത് വിധേയും ഞാൻ രക്ഷപ്പെട്ടാൽ മതി, ജനം എങ്ങനെ നശിച്ചു പോയാലും വേണ്ടിയില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാടോ എന്നൊരു ചോദ്യമാണ് ഇന്നെനിക്കുള്ളത്. ഒന്ന് അത് ആരാ എടുത്തിരിക്കുന്നത് അറിയാം. അത് ആരാണ് ടെൻഡർ ചെയ്തേക്കുന്നത്, ആർക്കാണ് സർക്കാർ കൊടുത്തിരിക്കുന്നതൊക്കെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം. ശിരോമണി പ്രദീപ് മൽഹോത്ര എന്ന് പറഞ്ഞ ഒരു ഡൽഹിക്കാരനാണ്. അവൻ എവിടുത്തുകാരനുമായിക്കൊള്ളട്ടെ, പക്ഷെ അവനെക്കുറിച്ച് ദില്ലിയിൽ 2-3 കേസുകൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. ഒന്ന്, ദില്ലി മദ്യന അഴിമതി കേസിലെ പ്രതിയാണ് പുള്ളിക്കാരൻ. അതുമാത്രമല്ല 2023 അദ്ദേഹത്തിന് ED അറസ്റ്റ് ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അങ്ങനെ മദ്യ അഴിമതി കേസിൽ വലിയൊരു കുറ്റവാളി അദ്ദേഹത്തെയാണ് ഈ പ്രദീപ് മൽഹോത്ര എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് സർക്കാർ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. കേരളത്തിലും എന്താ സ്ഥാപിക്കാൻ? മദ്യമുണ്ടാക്കുന്ന ഫാക്ടറി സ്ഥാപിക്കുവാൻ. അതിന് എത്ര കൊടുത്തിരിക്കുന്ന ഏക്കർ എന്നറിയോ? 26 ഏക്കർ സ്ഥലവും 600 കോടി രൂപയുമാണ് അതിന് ചെലവഴിക്കുന്നത്. ആ 600 കോടിയിലെ ഒരല്പം എടുത്ത് ഈ പാവപ്പെട്ട പട്ടിണി കിടന്ന് കഷ്ടപ്പെടുന്ന അനവധി പേരിന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ അവരുടെ നേരെ കണ്ണു തുറക്കുന്നതിന് പകരം അനേക ബിസിനസ് സ്ഥാപനങ്ങൾ കേരളത്തിൽ അടച്ചുപൂട്ടുമ്പോൾ അതിനു നേരെ കണ്ണു തുറക്കാത്തതിന് പകരം രോഗികൾ ഒരു നേരത്തെ മരുന്ന് പോലും കിട്ടാതെ പട്ടിണി കിടക്കുകയും മരിച്ചു പോകുകയും, അതുമാത്രമല്ല അവർ കടക്കാടം വിറ്റ് രോഗ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും അതിനുപരി പ്രൈവറ്റ് ആശുപത്രികളിലും ആശ്രയിച്ച് കിടക്കണ്ണിൽ രോഗിയായി തിരിച്ചു വരുമ്പോൾ അവനെ കിടക്കാടം നഷ്ടപ്പെടുന്ന അനുഭവം ഇന്ന് നമ്മുടെ കേരളത്തിൽ സുലഭമായി പലയിടങ്ങളിലും കാണുന്നുണ്ട്. എൻ്റെ നാട്ടിലുമുണ്ട്. ഇന്നും പല രോഗങ്ങൾ പിടിച്ച് മരുന്നില്ലാതെ നമ്മുടെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ചെന്നാലും, ജില്ലാ ഹോസ്പിറ്റലിൽ ആയതിനു ശേഷം അവിടെയും മരുന്നുകളില്ല. പലപ്പോഴും ഞാനവിടെ സംസാരിച്ചു, ബഹളം വെച്ചു. ഞാൻ മാത്രമല്ല, അനേക ആൾക്കാർ ചെയ്തു. പക്ഷേ എങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? സാധാരണക്കാരന് ഒന്നാമത് ഇന്ന് കേരളം ഏറ്റവും വലിയ ആക്രമണശക്തരായിരിക്കുകയാണ് ജനങ്ങൾ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും വഴിയിൽ നടക്കുവാൻ അനുവദിക്കാതെ അവരെ ശാരീരികവും മാനസികവും ബലാത്സംഗവും ചെയ്യുന്ന ഒരു കേരളം ഇന്ന് രൂപാന്തരപ്പെട്ടിരിക്കുക. അതുമാത്രം ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ കടന്നുറങ്ങുവാൻ പോലും കഴിയാതെ അവരെ മദ്യത്തിൻ്റെയും മയക്കുമരുന്ന് അടിമയായവർ അവരുടെ വീട് കയറി ആക്രമിച്ച് അവരെ ശാരീരികമായി മാനസികമായി പീഡിപ്പിച്ച് അവരെ കൊന്നെടുക്കുന്ന അനുഭവം ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുവാൻ, ഇതിനെയൊക്കെ സംരക്ഷിക്കുവാൻ ഒന്നിനും പൈസ ഇല്ല. പഞ്ചായത്ത് റോഡ് മുതൽ മുനിസിപ്പാലിറ്റി വഴിയോര ലൈറ്റുകൾ ഇതെല്ലാം നശിച്ചു. അത് ഒരു ജനത്തിനും
റോഡിൽ കുഴി നിമിത്തം വാഹനത്തിൽ നടന്നു പോകുവാൻ കഴിയുന്നില്ല, വാഹനത്തിൽ പോകുവാൻ കഴിയുന്നില്ല, നടന്നു പോകുവാൻ കഴിയുന്നില്ല. ഇരുട്ട് കാരണം, ലൈറ്റിൽ വെട്ടമില്ലാത്തത് കാരണം, അതായത് പോസ്റ്റിൽ ബൾബില്ലാത്തത് കാരണം സാധാരണക്കാരന് നടന്നു പോകുവാൻ കഴിയുന്നില്ല. കൊച്ചു പിള്ളേർക്ക് സ്കൂൾ കഴിഞ്ഞ് റോഡിന് സൈഡിൽ കൂടി സന്ധ്യ സമയത്തോ നടന്നു പോകാൻ കഴിയും. ഇഴജന്തുക്കളും പന്നികളും അതേപോലെയുള്ള പട്ടികളും തെരുവ് നായ്ക്കളുടെയും കടിയും പാമ്പിൻ്റെ കടിയും ഒക്കെ ഈ പല ഏരിയകളും നടക്കുന്നുണ്ട്. അതിന് അവിടെ പോസ്റ്റിൽ ലൈറ്റ് ഇടുവാൻ ഫണ്ടില്ല. പഞ്ചായത്ത് റോഡുകൾ തകർന്നു കിടക്കുന്നു. പല വണ്ടികളും അതിലൂടെ കയറി ഇറങ്ങി വണ്ടിയുടെ അടിഭാഗം ഇടിക്കുന്നു. ആ റോഡൊന്ന് ശരിയാക്കാൻ ഫണ്ടില്ല. മുനിസിപ്പാലിറ്റി റോഡ് ശരിയാക്കാൻ ഫണ്ടില്ല. മെഡിക്കൽ കോളേജുകളായാലും താലൂക്ക് ആശുപത്രികളിൽ മരുന്ന് കൊടുക്കാൻ ഫണ്ടില്ല. ഭിന്നശേഷിയിലുള്ള കുട്ടികൾക്ക് അവർക്ക് അർഹതപ്പെട്ട 1600 രൂപ പോലും അവർക്ക് പല സാഹചര്യങ്ങളിൽ ലഭിക്കുന്നില്ല. എനിക്ക് അടുത്തൊരു വീട്ടിൽ കഴിഞ്ഞ 3 മാസമായി ഫണ്ട് കിട്ടിയിട്ടില്ല. 1600 വെച്ച് കിട്ടിയില്ല. ചോദിച്ചോ പറഞ്ഞു ഇനി അത് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്, കൊണ്ടുവന്ന ആൾ പറയുന്നത്. ഭിന്നശേഷിയിലായ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ ഫണ്ടില്ല. പക്ഷേ വലിയ ഫാക്ടറി തുടങ്ങുവാനും മദ്യനയം കേരളത്തിൽ വീണ്ടും വലുതാക്കുന്നതിന് വേണ്ടി മദ്യപാനികളെ അവരുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് മദ്യത്തിന് അടിമകളാക്കുന്നതല്ലാതെ മദ്യനയത്തിൽ നിന്ന് മദ്യപാനത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ സർക്കാരിന് കഴിയുന്നില്ല. അതിനുള്ള ധൈര്യവും ബലവും ഇല്ല എന്ന് തന്നെ വേണം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആരുടെ അമ്മ ചത്താലും വേണ്ടിയില്ല, എനിക്ക് പണം കിട്ടണം എന്ന ഒരു നിലപാടാണ് ഇപ്പോഴത്തെ ഈ പോക്ക്. അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് മുഴുവൻ പറയാനുള്ളത്. കാരണം വോട്ട് ചെയ്ത ജയിപ്പിച്ച പൗരന് ചോദിക്കുവാനും പറയാനും അധികാരമുണ്ട്. ഒരു വീട്ടിലാണെങ്കിൽ ഒരുവൻ തെറ്റ് ചെയ്താൽ ബാക്കിയുള്ളവന് തെറ്റ് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് ശബ്ദം ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത്. പക്ഷേ പലപ്പോഴും ആ ശബ്ദം കേൾക്കുന്നില്ല എന്ന് നടിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? പക്ഷെ കുറേയൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ന്യായമായ കാര്യങ്ങൾ കേൾക്കുന്നില്ല. പക്ഷെ അതല്ല, നിങ്ങളെയും വോട്ട് ചെയ്ത് ജയിപ്പിച്ച വ്യക്തിയുടെ ജീവനും സ്വത്തിനും അവരെ വേണ്ട സംരക്ഷണം കൊടുക്കുവാൻ നിങ്ങൾക്ക് ചുമതലയുണ്ട്, നിങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഈ സമയത്ത് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ഇന്ന് നെടുമങ്ങാട് സംഭവം നടന്നു. ഇന്ന് വെളുപ്പിന് നടന്ന ടൂറിസ്റ്റ് ബസ് അമിത സ്പീഡിൽ വന്ന് ഒരാൾ മരിക്കുവാൻ ഇടവന്നു. പക്ഷേങ്കിൽ MVD വന്നു, വാഹനം പരിശോധിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞില്ല ബ്രേക്കിൻ്റെ തകരാറില്ല. പിന്നെ ഏതിൻ്റെ തകരാറാണുള്ളത്? ഡ്രൈവർക്ക് അടിയുടെ കുഴപ്പമാണോ? അതോ എന്നിട്ട് MVD അടിയന്തരമായി ഉത്തരവിറക്കി പുള്ളിയുടെ ലൈസൻസ് റദ്ദ് ചെയ്തു. ആ വണ്ടി പെർമിഷൻ റദ്ദ് ചെയ്തു. പക്ഷെ അതാണോ വേണ്ടത്? ഒരു ജീവൻ പൊലിഞ്ഞ സമയത്ത് ആ ഡ്രൈവറുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തുകൊണ്ടോ സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ എന്താണ് ഫലം? എന്താണ്? അവന് വണ്ടി ഓടിക്കാതിരിക്കുവോ? അവൻ്റെ ലൈസൻസ് ക്യാൻസൽ ആയതുകൊണ്ടോ റദ്ദായി പോയതുകൊണ്ടോ അവൻ വീട്ടിൽ അടങ്ങിയിരിക്കുന്നതാണോ MVD നയിക്കുന്ന, അതായത് ഗണേഷ് കുമാർ മന്ത്രി വിചാരിക്കുന്നത്? മറിച്ച് അവനെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കുറഞ്ഞതൊരു 10 വർഷമെങ്കിലും അകത്തിടുവാൻ പറ്റുന്ന വകുപ്പുണ്ടല്ലോ, അതുപയോഗിച്ച് അവനെ അകത്താക്കുകയാണ് വേണ്ടത്. എങ്കിലേ ബാക്കിയുള്ള ഡ്രൈവർമാർ കൂടി മര്യാദയ്ക്ക് വാഹനം ഓടിക്കുകയുള്ളൂ. വേറൊരു വാഹനം കൊണ്ട് ഒരാളുടെ ദേഹത്തൂടെ കയറി ഓടിച്ചു പോയി, അതും KSRTC-യാണ്. അങ്ങനെ പല രീതിയിലുള്ള KSRTC-യുടെ മാത്രം മറച്ചു വെക്കാൻ പാടില്ല. പ്രൈവറ്റ് ബസ്സിന് ഏത് നിയമം ഉൾപ്പെടുത്തുന്നുവോ അതേ നിയമത്തിൽ തന്നെ സർക്കാർ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെയും കണ്ടക്ടർമാർക്കെതിരെയും തക്കതായ നടപടിയെടുക്കുവാൻ ചങ്കൂറ്റമുണ്ടോ, അതിനുള്ള ധൈര്യമുണ്ടോ എന്ന് എനിക്ക് ചോദിക്കുവാനുള്ളൂ. അതുമാത്രമല്ല, ഭീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കൊലപാതകത്തെക്കുറിച്ച് ഇന്ന് അതിൻ്റെ വിധി വന്നു. ഷാരോൺ കഴിഞ്ഞ 11 ദിവസം, അതായത് ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ 24 വയസ്സുള്ള ഈ പെൺകുട്ടി അവനെ കൂടെ കൊണ്ട് നടന്ന് അവൻ്റെ കൂടെ കറങ്ങി, എന്നിട്ട് ലാസ്റ്റിൽ അവനൊരു ഭാരമാണ്, അല്ലെങ്കിൽ പുതിയ മേച്ചിൽപ്പുറം കിട്ടിയപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം അവനെ വിഷം കൊടുത്തു കൊന്നു. അവൻ 11 ദിവസം, അടുത്ത് ഡോക്ടർ പറയുന്ന 11 ദിവസം അവൻ്റെ ചുണ്ട് മുതൽ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ച് ഒരു നേരത്തും അവൻ വെള്ളം പോലും കുടിക്കുവാൻ കഴിയാതെ നരകിച്ചാണ് അവൻ മരിച്ചത്. അങ്ങനെ ഇഞ്ചിഞ്ചായി കൊന്ന ആ സ്ത്രീയെ അവളെ
അവള് കോടതിയോട് അഭ്യർത്ഥിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് 24 വയസ്സേ ഉള്ളൂ, ഇനിയും പഠിക്കണമെന്ന്. എന്തിനിയും പഠിക്കുന്നേ? വേറെ ഒരു തീവ്രവാദ രീതിയിൽ വളരുവാൻ വേണ്ടിയാണോ, അതോ ഇനിയും അനേകരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയാണോ ഇങ്ങനെ വിടേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവൾക്ക് ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലുത് വധശിക്ഷ തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദവും അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രോസിക്യൂഷൻ വാദം അവിടെ പറഞ്ഞു ഇവൾ ചെകുത്താൻ്റെ സൃഷ്ടിയാണെന്നാണ് പറഞ്ഞത്, ചെകുത്താനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ പാവം പിടിച്ചവന് അവനൊരു ഇന്ത്യൻ പൗരനാണ്. അതിനുപരി അവൻ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായിരുന്നു. അവൻ ജീവിച്ചിരുന്നുവെങ്കിൽ അവൻ പഠിച്ച് ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ അവൻ കൂലിവേല ചെയ്താലും, കൂലിവേല ചെയ്താൽ നമ്മുടെ പല കർഷക രീതിയിൽ മുന്നോട്ട് വരും. അതല്ല, അവൻ ജോലി ചെയ്ത ആ ജോലി സേവനം കൊണ്ട് വേറെ പലർക്ക് നേട്ടമുണ്ടാകും. അങ്ങനെ അവൻ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ടിനെയാണ് ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീ അവൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അവൾ ഇത്ര ഒരുത്തിനെ കൊന്നിട്ട്, ക്രൂരമായി വിഷം കൊടുത്ത് ക്രൂരമായി അവൻ്റെ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ച് ഇല്ലാതായി ഇഞ്ചിഞ്ചായി കൊന്ന ആ ഒരു സ്ത്രീയോട് കോടതിയും നിയമവും യാതൊരു മനസാക്ഷിയും കാണിക്കരുത് എന്നൊരു വിനീത അഭ്യർത്ഥനയാണ് നേരിൻ്റെ ശബ്ദത്തിൻ്റെത്. ഈ നേരിൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഒരിക്കലും അവളുടെ കണ്ണുനീരിനോ, ഒരിക്കലും അവളുടെ സൗന്ദര്യത്തിനോ, ഒരിക്കലും അവളുടെ പ്രായമോ പക്വതയോ ഒന്നും നോക്കാതെ അവൾ ചെയ്ത തെറ്റിന് ഉള്ള പൂർണ്ണമായുള്ള അവൾക്ക് മരണശിക്ഷ തന്നെ ദയവ് ചെയ്ത് കോടതി കൊടുക്കണമെന്ന് വിനീതമായ അഭ്യർത്ഥനയാണ്. അവൾ ജീവനോടെ വീണ്ടും തിരികെ വന്നാൽ, അല്ലെങ്കിൽ അവൾ ജാമ്യത്തിലിറങ്ങിയാൽ, എന്നാൽ അവൾക്ക് ഇത് കൊടുക്കാതിരുന്നാൽ ഈ ന്യായം ചെയ്യുന്നവർ, നീതിമാന്മാർ, അത് മാത്രമല്ല ഉപദേശിക്കുന്നവർ, ന്യായവും നീതി ഉപദേശിക്കുന്നവർ, നിയമം നടപ്പാക്കുന്നവർ, ജഡ്ജിമാർ, ഇവരെല്ലാം ലജ്ജിതരാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവൾക്കെതിരെ തക്കതായ ശിക്ഷ തന്നെ, മരണസന്ധി തന്നെ കൊടുത്ത് അവളെ മരണം വരെ തൂക്കിക്കൊല്ലുവാനുള്ള ഉത്തരവ് കോടതി ഇറക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ കേരളത്തിൽ അനവധി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു കടിഞ്ഞാണെന്ന രീതിയിൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന്, മുഖപക്ഷം നോക്കാതെ സ്ത്രീകൾക്കെതിരെ അസഭ്യം പറയുന്നവർ, സ്ത്രീകൾക്കെതിരെ മുണ്ടഴിച്ച് കാണിക്കുന്നവർ, സ്ത്രീകൾക്കെതിരെ ചീത്ത പറയുന്നവർ, അത് പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, ഏത് തെറ്റുണ്ടെങ്കിലും തക്കതായ ന്യായത്തിന് മുൻപേ നീതി നടപ്പാക്കണമെന്ന് ഈ കോടതിയോടും, അതിനോടൊപ്പം തന്നെ സാധാരണ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ട് അവരെ കൊന്നൊടുക്കുന്നതിന് പകരം, അവരെ ബലഹീനതകളെ ചൂഷണം ചെയ്യുന്നതിന് പകരം ഈ മദ്യനയത്തിനും എന്തെങ്കിലും രീതിയിൽ ഒരു തീർപ്പുണ്ടാക്കണം. സാധാരണ ജനങ്ങൾ വീണ്ടും ഇപ്പം തന്നെ മദ്യം കേരളത്തിൽ ആവശ്യമായിട്ട് ഒഴുകുന്നത്, അത് കുടിച്ചിട്ട് പല പ്രശ്നങ്ങൾ, കൊലയും കൊള്ളുവെപ്പുകൾ ഇന്ന് കേരളത്തിൽ അമിതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മദ്യനയത്തിന് കൊടുത്തിരിക്കുന്ന അനുമതിയെ പിൻവലിക്കണം എന്ന് വിനീതമായി ഈ സമൂഹത്തിൻ്റെ അഭ്യർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു, സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു, ന്യായപാലകന്മാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്.